CPM തകരുകയാണ്. നിങ്ങൾ ബംഗാളിലെ 33 വർഷത്തെ ഭരണത്തിന് ശേഷം CPM തകർന്നു. 33 വർഷം എടുത്ത് അവിടെ തകരാൻ. ഇവിടെ 10 വർഷം എടുക്കുകയുള്ളൂ. ഇതിൻ്റെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ? ഒരു കാലത്തും CPM നേരിടാത്ത ഗുരുതരമായ പ്രശ്നങ്ങളാണ്. ഒരു ഭരണം ഒരു പാർട്ടിയെ എത്രമാത്രം തകർത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് രാവിലെ നടന്ന കുഞ്ഞകൃഷ്ണൻ്റെ പത്രസമ്മേളനവും ഇന്ന് ശ്രീ ഗോവിന്ദൻ്റെ പത്രസമ്മേളനവും. CPM നേതൃത്വം എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പാർട്ടിയെ എങ്ങനെ മുഴുവൻ അഴിമതിയാണെന്നാണ് പറയുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളാണ് പറയുന്നത്. നിങ്ങൾക്കറിയാലോ, ഇവരൊന്നും പറയുന്നത് അവർ മാത്രമല്ല പറയുന്നത്. ഞങ്ങൾക്കിതെല്ലാം അറിയാം. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞല്ലോ, ഒരു വർഷം മുമ്പ് പറഞ്ഞല്ലോ, പാർട്ടി പ്രവർത്തകരോടും പറഞ്ഞു, നല്ല ഉത്തമ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു ഇല്ലേ? അപ്പോൾ എല്ലാവരും കളിയാക്കി പറഞ്ഞാന്ന് വിചാരിച്ചാൽ അതല്ല. പാർട്ടിയിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. CPM-ൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യം. ഇടതുപക്ഷ സഹയാത്രികരിൽ ഒരു 90% പേരും CPM-മായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചു, ഞങ്ങളുടെ കൂടെയാണ്.